Hello students, welcome back to our channel. We will MSc Mathematics Real Analysis in the first class. We will three theorems. That's proof എടുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ തിയറം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രീം വാല്യൂ തിയറം ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറങ്ങളാണ് കേട്ടോ ഈ മൂന്നെണ്ണവും. അപ്പോൾ എക്സ്ട്രീം വാല്യൂ തിയറത്തിൽ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും അറ്റൈൻ ചെയ്യുന്നത് അതിൻ്റെ മാക്സിമവും മിനിമവും ആയിട്ട് മിനിമം വാല്യൂസിലായിരിക്കും എന്നാണ് നമ്മുടെ എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ആണ്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എൻ ഇന്റർവൽ ടേക്സ് ഓൺ ഓൾ വാല്യൂസ് ബിറ്റ്വീൻ ഇറ്റ്സ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. ഇവിടെ അവർ ടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, വാല്യൂസ് മാക്സിമം മിനിമം ടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഫൈനലി മീൻ വാല്യൂ തിയറം ആണ്. മീൻ വാല്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ മീൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആവറേജ് ആണ്. സോ എന്താണ് എ ഡിഫറൻഷിയേബിൾ ഫംഗ്ഷൻ ഓൺ ആൻ ഇന്റർവൽ has a point where the derivative is equal to the average rate of change of its rate of change of the function over the interval. അവിടെ ആവറേജ് ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് തിയറംസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക പെട്ടെന്ന് തന്നെ. ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വരാൻ പോകുന്നത് ഇതിൻ്റെ പ്രൂഫ്സ് ആയിട്ടായിരിക്കും. സോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.